സ്ത്രീകളെക്കുറിച്ചും അവരുടെ ശരീരത്തെക്കുറിച്ചുമൊക്കെ പലതരം മിത്തുകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പല പ്രമുഖ വ്യക്തികളും അവരവരുടെ കാലഘട്ടത്തിന്റെ കണ്ടീഷനിങ് അനുസരിച്ച് ശാസ്ത്രവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ പല മൊഴിമുത്തുകളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതാത് കാലങ്ങളിൽ വളരെയധികം സ്വീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതുപോലെ പല കാലങ്ങളിൽ നിലനിന്നിരുന്ന, ഇപ്പോൾ കേൾക്കുമ്പോൾ ചിരി വരുന്ന, അതോടൊപ്പം അത്ഭുതം തോന്നുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള ചില മിത്തുകളെക്കുറിച്ചും പ്രസ്താവനകളെക്കുറിച്ചുമാണ് ഇത്തവണത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, വീഡിയോയുടെ അവസാനം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. 1820നും 1877നും ഇടയിൽ ജീവിച്ചിരുന്ന ഒരു അമേരിക്കൻ ഫിസീഷ്യനാണ് എഡ്വേർഡ് ക്ലാർക്ക്. ഹാർവേർഡിലും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഇദ്ദേഹം ഹാർവേർഡ് മെഡിക്കൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ബുക്കാണ് സെക്സ് ഇൻ എഡ്യൂക്കേഷൻ. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യകുലത്തിന്റെ മുന്നോട്ടു പോക്ക് തടസ്സമില്ലാതെ നടക്കണമെങ്കിൽ സ്ത്രീകൾ വിദ്യാഭ്യാസം സിദ്ധിക്കാതിരിക്കണം. കാരണം കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുക എന്നതാണ്. സ്ത്രീകൾ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചാൽ അത് അവരുടെ ഗർഭപാത്രത്തെ ബാധിക്കും. ദിവസവും 4 മണിക്കൂറിലധികം പഠിക്കുക എന്നത് സ്ത്രീകളുടെ ഗർഭപാത്രം ചുരുങ്ങിപ്പോകാനും അവരിൽ ആണത്വം കൈവരാനും പ്രത്യുൽപാദന ശേഷി നിലയ്ക്കാനും മാനസിക രോഗിയായി മാറാനും എന്തിന് മരിക്കാനും വരെ കാരണമാകും. അതുകൊണ്ട് മനുഷ്യവംശം മുന്നോട്ടു പോകാൻ സ്ത്രീകൾ പഠിത്തം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്നതും അസാധ്യമാണ്. കാരണം പെണ്ണിന് ഒരു ദിവസം 4 മണിക്കൂറിലധികം പഠിക്കാൻ കഴിയില്ലല്ലോ. ഇനി നിർബന്ധമാണെങ്കിൽ സ്ത്രീകളെ മാറ്റിയിരുത്തി ദിവസവും 4 മണിക്കൂറിൽ താഴെ മാത്രം എന്തെങ്കിലും പഠിപ്പിക്കുക. ആണുങ്ങൾക്ക് അത് പോരല്ലോ. മാത്രവുമല്ല, മെൻസ്ട്രേഷന്റെ സമയത്ത് സ്ത്രീകളെ പഠിപ്പിക്കാനേ പാടില്ല. ആണിന്റെ അത്ര ബുദ്ധി പെണ്ണിനില്ലെന്നും ആണിനെ പോലെ പഠിക്കാൻ പെണ്ണിന് കഴിയില്ല എന്നുമൊക്കെ ആളുകൾ പൊതുവെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു ബുക്ക് എഴുതുന്നത്. പല സമരങ്ങളിലൂടെയും മറ്റും പല അവകാശങ്ങളും നേടിയെടുക്കാൻ സ്ത്രീകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിനെയും മൊത്തത്തിൽ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നതിനെയും എതിർത്തിരുന്ന പലരും ഇതൊരു അവസരമായി കണ്ട് ഈ ബുക്കിലെ ആശയങ്ങളെ പ്രചരിപ്പിച്ചു. അത് സയന്റിഫിക് ആണെന്ന് വാദിച്ചു. ഇതിനെതിരെ ചില വിമർശനങ്ങൾ വന്നെങ്കിലും സ്വാഭാവികമായും അതൊന്നും ആരും ഗൗനിച്ചില്ല. എന്നിരുന്നാലും പലപ്പോഴും സ്ത്രീകൾക്ക് പോലും ഇതിനെപ്പറ്റി ഉറപ്പില്ലാതിരുന്നിട്ടും അവർ പഠിച്ചു. ഇന്ന് ഈ 4 മണിക്കൂറിന്റെ കഥ കേൾക്കുമ്പോൾ ചിരി വരാൻ പാകത്തിന് അവർ മുന്നോട്ട് വന്നു. സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവരുടെ ഗർഭപാത്രമാണെന്നാണ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത്. ഗർഭപാത്രം ജീവനുള്ള മറ്റൊരു ജീവിയാണെന്നാണ് അവർ കരുതിയിരുന്നത്. അതായത് ജീവനുള്ള മനുഷ്യന്റെ ഉള്ളിലെ ജീവനുള്ള മറ്റൊരു ജീവിയാണ് ഗർഭപാത്രം. അതുകൊണ്ട് തന്നെ ഗർഭപാത്രം ചിലപ്പോഴൊക്കെ അതിന്റെ ഇഷ്ടപ്രകാരം വയറിന്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കളയും. അങ്ങനെ ഗർഭപാത്രം അത് നിൽക്കുന്നിടത്ത് നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് പല അസുഖങ്ങളും വരുന്നത്. ഇങ്ങനെ മാറി വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്ന ഗർഭപാത്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക, പ്രത്യേക ഗന്ധങ്ങൾ ഉപയോഗിക്കുക എന്നതൊക്കെയായിരുന്നു പ്രതിവിധി. അന്നത്തെ പരിമിതമായ അറിവ് വെച്ച് ആണുങ്ങളുടെ ശരീരത്തിൽ കാണാത്ത ഈ അവയവമാണ് പെണ്ണുങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നവർക്ക് തോന്നിയതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ശരിയിലേക്കുള്ള യാത്രയിൽ സംഭവിച്ച തെറ്റുകളായി കണ്ടാൽ മതിയാകും. ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു മിത്ത് കൂടി നോക്കിയതിനു ശേഷം നമുക്ക് മറ്റു മേഖലകളിലേക്ക് പോകാം. ട്രെയിൻ കണ്ടുപിടിച്ച സമയത്ത് അതിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്നാണ് സ്ത്രീകളുടെ ഗർഭപാത്രത്തെ പറ്റിയുള്ളത്. സ്ത്രീകളുടെ ശരീരം ട്രെയിൻ പോകുന്ന അത്ര സ്പീഡിൽ പോകാൻ പാകത്തിനുള്ളതല്ല എന്നതാണ് ആ തെറ്റിദ്ധാരണ. അത്രയും സ്പീഡിൽ പോയാൽ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ഗർഭപാത്രം പറന്നു പോകുമെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. വാഹനങ്ങളുടെ തുടക്കകാലത്ത് അവയുടെ സ്പീഡിനെ, അവയുണ്ടാക്കുന്ന ശബ്ദത്തെയൊക്കെ പേടിയോടെയാണ് ആളുകൾ നോക്കിക്കണ്ടിരുന്നത്. പിന്നീട് പുരുഷന്മാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴും ഡ്രൈവിംഗ് ഒക്കെ വലിയ സാഹസികതയായും ശക്തരും മനോബലമുള്ളവരുമായ ആണുങ്ങൾക്ക് മാത്രം സാധ്യമായ ഒന്നുമായാണ് കണ്ടിരുന്നത്. സ്ത്രീകൾ പൊതുവെ ദുർബലകളും തൊട്ടാൽ പൊട്ടുന്നവരുമായതുകൊണ്ട് അവരെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാനുള്ള സന്മനസ്സായിരുന്നു അന്നുള്ളവർക്ക്. എന്നാൽ ആ സന്മനസ്സിനെയൊക്കെ അവഗണിച്ച് സ്ത്രീകൾ വണ്ടി ഓടിക്കാൻ മുന്നോട്ട് വന്നു എന്നതാണ് ചരിത്രം. സ്ത്രീകൾ വണ്ടിയിലിരുന്നാലും ഓടിച്ചാലും മാത്രമല്ല സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്താലും അത് അവരുടെ ഗർഭപാത്രത്തെ ബാധിക്കുമെന്ന് 1890കളിൽ ചില മിത്തുകൾ ഉണ്ടായിരുന്നു. ശരീരമല്ലാതെ അനങ്ങിയാൽ ഗർഭപാത്രത്തിന്റെ സ്ഥാനം മാറിപ്പോകുമെന്നും കുട്ടികളെ ഉണ്ടാക്കുക എന്ന സ്ത്രീകളുടെ പരമമായ ധർമ്മത്തിന് അത് കോട്ടം വരുത്തുമെന്നുമായിരുന്നു ആ മിത്ത്. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മറിഞ്ഞാലും അനങ്ങിയാലും ചാടിയാലും ഓടിയാലും ഒക്കെ ഗർഭപാത്രം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചെടുത്തു നിന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ഗർഭപാത്രത്തെ വിട്ട് വസ്ത്രധാരണത്തിലേക്ക് വരാം. മാന്യമായ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ പുരുഷന്മാർ നോക്കും, ചിലപ്പോൾ പീഡിപ്പിക്കും. ഇതൊക്കെ സാധാരണമാണെന്ന് പറയുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും ഇക്കാലത്തും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്താണ് ഈ മാന്യമായ വസ്ത്രം എന്ന് ചോദിച്ചാൽ അവർ അവരുടെ ചിന്തകളും വൈകല്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാന്യതയെ മെനഞ്ഞെടുത്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കും. വിക്ടോറിയൻ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 17-18 നൂറ്റാണ്ടുകളിൽ സ്ത്രീകളുടെ കണങ്കാൽ വളരെയധികം സെക്ഷലൈസ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു.
കണങ്കാലും അതിനു മുകളിലുള്ള ഭാഗവും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുന്നത് മാന്യമല്ലാത്തൊരു കാര്യമായാണ് അവർ കണ്ടിരുന്നത്. അറിയാതെ സ്ത്രീകളെങ്ങാനും ഉടുപ്പ് ചെറുതായൊന്ന് പൊക്കിയാലോ, സ്റ്റെപ്പ് കയറാനോ വണ്ടിയിൽ കയറാനോ ഒക്കെ കാല് ചെറുതായി ഉയർത്തുമ്പോൾ കണങ്കാല് കാണാനിടയായാലോ ഒക്കെ പുരുഷന്മാർ സ്റ്റെയർ ചെയ്യുമായിരുന്നത്രേ. മുട്ടിന് താഴെയുള്ള ഭാഗം കാണിക്കുന്ന സ്ത്രീകളെ അവൾ അത്ര വെടിപ്പല്ല എന്ന് പറഞ്ഞിരുന്ന സമൂഹം, അത് രഹസ്യമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന സമൂഹം, എന്നാൽ മാറിടവും ഷോൾഡേഴ്സും ഒക്കെ എക്സ്പോസ് ചെയ്യുന്ന സ്ത്രീകളെ വളരെ നോർമലായാണ് കണ്ടിരുന്നത്. സ്ത്രീകളുടെ മാറിടം ഏകദേശം മുഴുവനായി എക്സ്പോസ്ഡ് ആകുന്നതിൽ പോലും വലിയ പ്രശ്നം കാണാത്ത, സ്റ്റെയർ ചെയ്യാത്ത, മാന്യതയ്ക്ക് ഭംഗം തട്ടിയെന്ന് വിശ്വസിക്കാത്ത സമൂഹം കണങ്കാല് കാണിക്കുന്നവരെ മോശക്കാരാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അന്നത്തെ കോമണായ വസ്ത്രധാരണ രീതി കാല് മൂടുന്ന ഫ്രോക്കായതുകൊണ്ട് ഒരിക്കലും കാണാത്ത കാലിനെ വല്ലാതെ സെക്ഷലൈസ് ചെയ്യുകയും സ്ഥിരമായി കാണുന്ന ബ്രസ്റ്റിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്തതായിരിക്കാം. സ്ത്രീ ആയിരുന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥിനിക്ക് അഡ്മിഷൻ നിഷേധിച്ച വ്യക്തിയായിരുന്നു നോബൽ ലോറേറ്റ് ആയിരുന്ന ശാസ്ത്രജ്ഞൻ സി വി രാമൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് അഡ്മിഷൻ നേടിയ കമല സഹോനി എന്ന വിദ്യാർത്ഥിനിയെയാണ് അക്കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്ന സി വി രാമൻ സ്ത്രീ എന്നൊരു കാരണം പറഞ്ഞ് അഡ്മിഷൻ നിഷേധിച്ചത്. പിന്നീട് വിദ്യാർത്ഥിനിയുടെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായ പ്രഷർ കാരണം അവർക്ക് അഡ്മിഷൻ നൽകേണ്ടി വന്നു. എങ്കിലും സ്ത്രീ ആയിരുന്നതുകൊണ്ട് പലതരത്തിലുള്ള വിവേചനങ്ങൾ തനിക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വന്നു എന്നാണ് പിന്നീട് അവർ പറഞ്ഞിട്ടുള്ളത്. ചരിത്രത്തിൽ സി വി രാമൻ മാത്രമല്ല മറ്റ് പല പ്രമുഖ വ്യക്തികളും ഫിലോസഫേഴ്സും കടുത്ത സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ മുതൽ ബുദ്ധൻ വരെ അതങ്ങനെ പോകും. ഓരോ കാലഘട്ടത്തിലെയും കണ്ടീഷനിങ്ങിൽ നിന്നും അവരൊന്നും മുക്തരായിരുന്നില്ല എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിലും അതാത് കാലഘട്ടങ്ങളിലെ സ്ത്രീകളെ അതെല്ലാം ബാധിച്ചിട്ടുണ്ടാകാം. ഇന്നും പല മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ മുതൽ സാധാരണക്കാർ വരെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്ത്രീവിരുദ്ധമായ പല കാര്യങ്ങളും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു വ്യക്തി തന്റെ മേഖലയിൽ വളരെ കഴിവുള്ളവനായതുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല. അയാൾ എല്ലാം തികഞ്ഞ ഒരാളായിരിക്കണമെന്നില്ല. ബയാസുകളൊന്നുമില്ലാത്ത ഒരാളായിരിക്കണമെന്നില്ല. അയാളെ ദൈവമോ അമാനുഷികനോ ആയി കാണാത്തിടത്തോളം അതിൽ പ്രശ്നവുമില്ല. തെറ്റുകൾ തിരുത്തിയും അവർ തന്ന അറിവുകൾ നിലനിർത്തിയും ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് മുന്നേറാം. എന്നാൽ ഈ ഫിലോസഫേഴ്സ്, ശാസ്ത്രജ്ഞർ, പണ്ഡിതർ ഇവരിൽ ആരെങ്കിലും ദൈവമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? തിരുത്താൻ പറ്റാത്ത പല മണ്ടത്തരങ്ങളും ഇന്നും നമുക്ക് തുടരേണ്ടി വന്നേനെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്. ഒരു ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ ഈ അടുത്ത് SMA അഥവാ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊരു അസുഖം ബാധിച്ച കുട്ടിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നതും 18 കോടിയോളം രൂപ സമാഹരിക്കപ്പെട്ടതും നിങ്ങൾ അറിഞ്ഞു കാണും. ഇതുപോലെ SMA ബാധിച്ചവരെയും മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ചവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് മൈൻഡ് അഥവാ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി. ഗവൺമെന്റിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റാണിത്. SMA-യും മസ്കുലർ ഡിസ്ട്രോഫിയും ഉള്ളവരെ മൈൻഡ് പലതരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓർഗനൈസേഷന്റെ ഒരു പ്രത്യേകത, കുറച്ച് വോളണ്ടിയേഴ്സിനൊപ്പം ഇത് മാനേജ് ചെയ്യുന്നത് SMA-യും മസ്കുലർ ഡിസ്ട്രോഫിയും ഉള്ളവർ തന്നെയാണ്. SMA-യും മസ്കുലർ ഡിസ്ട്രോഫിയും ഉള്ള 450ഓളം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഒരുപക്ഷെ ഈ അസുഖങ്ങളെ കുറിച്ച് ധാരണയില്ലാതെ അത് കാരണം കഷ്ടപ്പെടുന്നവരും ഉണ്ടാകാം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെയുണ്ടെങ്കിൽ അവരെ മൈൻഡുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുക. SMA-യും മസ്കുലർ ഡിസ്ട്രോഫിയും ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൈൻഡ് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിടം എന്നാണ് ആ സംരംഭത്തിന് അവർ പേരിട്ടിരിക്കുന്നത്. ഈ അസുഖങ്ങളുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നതോടൊപ്പം അവർക്ക് തുടർന്ന് പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരിടത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. കൂടാതെ ഈ അസുഖങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു റിസർച്ച് സെന്റർ തുടങ്ങണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അതിന് സാധിച്ചാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ അങ്ങനെയുള്ള ഒരു സംരംഭമായിരിക്കും അത്. നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ അവരുടെ ഈ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. മൈൻഡിന്റെ വെബ്സൈറ്റിന്റെ ലിങ്കും ക്യാമ്പയിന് ഡൊണേറ്റ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. മൈൻഡിന്റെ ഭാരവാഹിയായ കൃഷ്ണകുമാർ ഒരിടത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഹായ്, ഞാൻ കൃഷ്ണകുമാർ. കേരളത്തിലെ മസ്കുലർ ഡിസ്ട്രോഫി SMA ബാധിതരുടെ കൂട്ടായ്മയാണ് മൈൻഡ്. മൈൻഡിൽ ഇന്ന് 500ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഈ 500 പേർക്കും ഒരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൻ്റെ പേരാണ് ഒരിടം. കഴിഞ്ഞ 3 വർഷമായി മൈൻഡിലെ മെമ്പേഴ്സിനോട് മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച, SMA ബാധിച്ച ഞങ്ങളുടെ സഹോദരങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്: നിങ്ങൾക്ക് എന്തിനാണ് ഒരിടം എന്ന്. അവർ പറയുന്ന ഉത്തരം: എൻ്റെ നഗ്നത മറയ്ക്കാൻ എനിക്കൊരിടം വേണം. എൻ്റെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ ആ ഉറുമ്പിനെ എടുത്ത് കളയാൻ അടുത്തൊരാൾ വേണം. അതിന് ഒരിടം വേണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് അത് കുടിക്കാൻ എനിക്കൊരിടം വേണം. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ
ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രമാണത്. അതുപോലും കിട്ടാതെ ഇരിക്കുന്ന ഒരുപറ്റം മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിടം ഉണ്ടാക്കിയേ പറ്റൂ. ഞങ്ങൾക്ക് വേണം ഒരിടം. ആ ഒരിടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണ്ടേ കൂടെ? വേണം ഒരിടം. താങ്ക് യു. ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മൈൻഡിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കും കാര്യങ്ങൾ വെരിഫൈ ചെയ്യാവുന്നതാണ്. കഴിയുന്നതുപോലെ സഹായിക്കുക. അവരുടെ ഒരിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ.